ഓക്കെ, ഇനി പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഒന്നുകൂടെ മിസ്റ്റർ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറണേ. എല്ലാവരും ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ 14 പേരെ ആയതേ ഉള്ളൂ. എല്ലാവരും ചെയ്തല്ലോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്തല്ലോ മക്കളെ? ഓക്കെ മിസ് പറയാലോ. തിരക്കായോ? എന്തോ എന്ത് പറ്റുന്നില്ലാന്ന്? അത് കുഴപ്പമില്ല, മോൻ പറഞ്ഞല്ലോ മിസ്സിനോട്. ടേബിൾസിന്റെ അല്ലേ? ഇഷാന് ചായ കുടിക്കുന്നതേ ഉള്ളൂ. ആദിശ്രീ വെള്ളാണോ? ഓക്കെ. Okay, my dear students, this is our maths class. Welcome to our class. Let's start. നമുക്ക് തുടങ്ങാം അല്ലേ? Ready? Yes. Okay, take your maths notebook with pencil. Okay. നമ്മൾ എന്തൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എൻ്റെ മക്കൾക്ക്? ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ പഠിച്ചു. പിന്നെന്താ? 1-ന്റെയും 2-ന്റെയും ടേബിൾ. ഓക്കെ, 1-ന്റെയും 2-ന്റെയും ടേബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പേജ് നമ്പർ 69 നിങ്ങൾക്കൊരു എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തായിരുന്നോ? Okay, today we will study about equal to. മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ടേബിളിൽ ഈക്വലിന്റെ സിമ്പിൾ എങ്ങനെയാ ഈക്വൽ എഴുതുന്നേ? ഈക്വൽ എന്നതിനെ നമ്മൾ ഇടുന്ന സിമ്പിൾ എങ്ങനത്തെയാ? 2 ലൈൻ ആണ് അല്ലേ? എങ്ങനെയാ വരയ്ക്കുന്നേ? ഈക്വൽ. ലിസൺ ഹിയർ. ഈക്വൽ. Okay. Is equal. അല്ലേ? നമ്മള് 1 + 1 equal എത്രയാ? 2 എന്ന് പറഞ്ഞു. ഓക്കെ, ഈക്വൽ ആണല്ലേ? അപ്പൊ കിട്ടുന്ന ആൻസർ എത്രയാ? 2. ഈക്വൽ. Take your notebook. മിസ് എഴുതുന്ന കാര്യം നോട്ടിലേക്ക് പകർത്താം. ഓക്കെ, മിസ് എഴുതുന്ന കാര്യം നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഫസ്റ്റ് ഇതല്ല കേട്ടോ, അതറിയാതെ വന്നതാ. ഫസ്റ്റ് സെൻറ്ററിൽ എന്താ എഴുതണ്ടേ? ഈക്വൽ ടു. ഈക്വൽ.
ഈക്വൽ ടു ഇങ്ങനെ ഹെഡിങ് എന്തോ സെൻട്രലായിട്ട് കുറച്ച് വലുതായിട്ട് ഈക്വൽ ടു എന്ന് എഴുതുക. ഓക്കെ, മാറി മാറി മാറി. ഈക്വൽ ടു എന്തോ കാണുന്നില്ലേ? ഈക്വൽ ടു എന്ന് എഴുതുക. എന്നിട്ട് when ടു എഴുതുന്നുണ്ടോ? ഈക്വലിന് സെൻട്രലായിട്ട് കുറച്ച് വലുതായിട്ട് എഴുതാ. എന്നിട്ട് എഴുതാ when two numbers are the same. Same. ഓൺലൈൻ ക്ലാസ് ഇല്ല. സെയിം എഴുതിയോ? when two numbers are the same, we say നമ്മൾ വിളിക്കും we say they are we say they are equal. 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 When two numbers are the same, we say they are equal. എന്താ? രണ്ട് സംഖ്യകൾ ഒന്നായിരിക്കുമ്പോൾ അവ തുല്യമാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? രണ്ട് സംഖ്യകള് ഒന്നായിരിക്കുമ്പോൾ സെയിം സംഖ്യകളാണെങ്കിൽ അവ തുല്യമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ഓക്കെ, വി റൈറ്റ് നമ്മൾ എഴുതും എന്താ? വി റൈറ്റ് equal for equal for equal. When two numbers are the same, എന്നിട്ട് കോമ ഇടുക. We say they are equal. We write equal സിമ്പിൾ കണ്ടോ നിങ്ങളെ? For equal. Equal to എന്ന് എഴുതുക. എന്നിട്ട് നല്ല അണ്ടർലൈൻ വരച്ചു കൊടുക്കുക. വളഞ്ഞു പോയി മിസ് വരച്ചത്.
നേരത്തെ എഴുതി ഒന്നും കൂടെ കാണിക്കുവോ? ഒന്നും കൂടെ കാണിച്ചു തരാം. ഹെഡിങ് ആയിട്ട് എഴുതി കഴിഞ്ഞോ? വെരി ഗുഡ്. ഈക്വൽ ടു എന്ന് എഴുതുക. ഓക്കെ, ഈക്വൽ ടു. അതല്ല എന്നിട്ട് രണ്ടാമത്തെ ഇതല്ലേ രണ്ടാമത്തെ. വി സേ ദേ ആർ ഈക്വൽ, വി റൈറ്റ് ഫോർ ഈക്വൽ. ഫസ്റ്റത്തത് വെൻ ടു നമ്പേഴ്സ് ആർ ദ വെൻ ക്യാപ്സ് ലോക്ക് ആണ്. ഒരു മിനിറ്റ്. വെൻ അറിയത്തില്ലോ ടു numbers are okay, very good Molu. Numbers are the same. Very good. When two numbers are the same, okay, we say they are equal. We write for equal. Equal ന്റെ സിമ്പിൾ കളിച്ചോ? സിമ്പിൾ കണ്ടോ? എന്താ പറയുന്നേ? രണ്ട് സംഖ്യകള് ഒന്നായിരിക്കുമ്പോ, അതായത് സെയിം ആയിരിക്കുമ്പോ അവ തുല്യമാണെന്ന് പറയും. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെയാ എഴുതുന്നേ? ഈക്വൽ. ഈക്വൽ. ഈക്വലിന്റെ സിമ്പിൾ കണ്ടോ നിങ്ങൾ? എങ്ങനെ ഈക്വൽ എഴുതുന്നേ? സെയിം രണ്ട് സ്ട്രൈറ്റ് ലൈൻ ആണല്ലേ? ഓക്കെ, listen here. Take your textbook page number 70. എടുത്തോ? ഓക്കെ, അവിടെ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ടോ മക്കളെ? എന്തോ എന്ത് പഠിപ്പിച്ചു? പേജ് നമ്പർ 70. 70. പഠിപ്പിച്ചുവാ 69 പഠിപ്പിച്ചോ മിസ്സേ? 69 69 നിങ്ങൾക്കുള്ള വർക്കാണല്ലോ മക്കളെ. 69 മിസ് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. ഇന്നലത്തെ ക്ലാസ്സിൽ മിസ് പറഞ്ഞായിരുന്നല്ലോ. എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട് 69-ല്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ മിസ്? ആ, കുഴപ്പമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് ചെയ്യണേ. fill in the circle. എന്തോ റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനുണ്ട്. സിമ്പിൾ ആണ്. ഇന്നലെ മിനിയാന്ന് മിസ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. fill in പേജ് നമ്പർ 69 ഒന്ന് നോക്കൂ. മിസ് പറഞ്ഞു തരാം, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. fill in the circle കൊടുത്തിട്ടുണ്ട്. ഡാഷ് കംസ് ബിഫോർ 17 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ അവിടെ എഴുതാ. ഡാഷ് കംസ് ആഫ്റ്റർ 13. ഇതിന്റെ ആൻസർ എഴുതാ. ഡാഷ് കംസ് ആഫ്റ്റർ 12. Dash comes between 47 and 49. Dash comes between 31 and 33. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിമ്പിൾ ആണ്. Dash comes before 25. വെരി സിമ്പിൾ ആണ്. ഓക്കെ, റൈറ്റ് ദ നമ്പേഴ്സ്. അവിടെ 12 കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബിഫോർ വരുന്നത് ഏതാന്ന് എഴുതുക. ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ 37 കൊടുത്തിട്ടുണ്ട്. അതിന് 37 ആഫ്റ്റർ ഉള്ളത് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ 46-ന് ആഫ്റ്റർ, അത് നിങ്ങൾ ചെയ്യണം. പിന്നെ റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ 1 2 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ 13 അതിന്റെ ബിറ്റ്വീൻ നമ്പർ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ എഴുതണം. ഓക്കെ, സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ ആണ്. ഓക്കെ, പേജ് നമ്പർ 70.
എടുത്തോ. അവിടെ നിങ്ങൾ റോസ് ഫ്ലവർ കാണുന്നുണ്ടോ? Yes. ഫസ്റ്റ് ബോക്സിൽ എത്ര റോസ് ഫ്ലവർ ഉണ്ട്? 3. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിൽ എത്രയുണ്ട്? 3. ആ, അപ്പൊ രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ് അല്ലേ? 2 ആണോ? 3 ആണ് അല്ലേ? ഓക്കെ, അപ്പോ രണ്ട് പിക്ചറും സെയിം ആണ് അല്ലേ? ഫസ്റ്റ് കാണുന്ന ബോക്സിലും 3 റോസ് ഫ്ലവർ ഉണ്ട്, സെക്കൻഡ് ബോക്സിലും 3 റോസ് ഫ്ലവർ ഉണ്ട്. അപ്പോ സെയിം ആണ് അല്ലേ? രണ്ട് പിക്ചറും സെയിം അല്ലേ? രണ്ടിലും സെയിം അളവിലാണ്, സെയിം റോസ് ഫ്ലവർ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഈക്വൽ. ഈക്വലിന്റെ സിമ്പൽ നിങ്ങൾ കണ്ടോ? എങ്ങനെ ഈക്വൽ എഴുതാ? രണ്ട് റോസ് ഫ്ലവറിന്റെ ബോക്സിന്റെ നടുക്ക് നിങ്ങൾ ഇട്ടിട്ട് കണ്ടോ ഈക്വൽ? ഒന്ന് ഈക്വൽ എയറിൽ എഴുതി കാണിച്ചേ. നിങ്ങൾ എങ്ങനെ ഈക്വൽ? മിസ്സിന് ഇങ്ങനെ എഴുതി കാണിച്ച്, വിരൽ വെച്ച് എഴുതി കാണിച്ചേ. ഓക്കെ, ഇങ്ങനെ വരച്ചിടരുത്. ഈക്വൽ ഈക്വൽ പറഞ്ഞുകൊണ്ട് എഴുതിയ ഇവാന ബിജു, ടേൺ ഓൺ യുവർ വീഡിയോ. ഈക്വൽ ഈക്വൽ ഈക്വൽ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് പിക്ചർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിക്ചർ ഉണ്ട് അവിടെ കാണുന്നത്. ഏതാ? ഡു യു ലൈക്ക് ഐസ്ക്രീം? ഐസ്ക്രീം ഇഷ്ടാണോ? ഓക്കെ, അവിടെ എന്തുണ്ട്? ഫസ്റ്റ് ബോക്സിൽ എത്ര ഐസ്ക്രീം ഉണ്ട്? 4. സെക്കൻഡ് ബോക്സിൽ 4 ഉണ്ട്. അപ്പൊ അതെന്താണ്? ഈക്വൽ അല്ലേ? സെയിം അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ എന്റെ മക്കൾക്ക്? ഓക്കെ, എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിന് താഴെ കൊടുത്തത് റൈറ്റ് ദ ഈക്വൽ ഇൻ ദ സർക്കിൾ ഇഫ് ദ നമ്പേഴ്സ് ആർ ദി സെയിം. അവിടെ കൊടുത്ത പിക്ചർ കണ്ടോ നിങ്ങള്? ഫസ്റ്റത്തെ കോളത്തിൽ എത്ര ബനാന ഉണ്ട്? അവിടെ എഴുതരുത്, ഡോണ്ട് റൈറ്റ്. ഓക്കെ, 3 ബനാന ഉണ്ട്. അതിന് അടുത്തുള്ള ബോക്സിൽ 2 ഓറഞ്ച് ഉണ്ട്. അപ്പൊ അത് ഈക്വൽ ആണോ മക്കളെ? ഈക്വൽ ആണോ? ഇല്ല. അവിടെ എന്ത് വേണം? 3 ഓറഞ്ച് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഈക്വൽ ആവുമായിരുന്നു അല്ലേ? ഈ ബോക്സിൽ 3 ബനാനയും സെയിം ബോക്സിൽ 3 ഓറഞ്ചും ഉണ്ടെങ്കിൽ ഈക്വൽ ആണ്. ഫസ്റ്റത്തെ പിക്ചർ ഈക്വൽ ആണോ? അല്ല, ബനാന മാത്രമേ 3 ഉള്ളൂ. ഓറഞ്ച് എത്ര എണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ അവിടെ നിങ്ങളൊന്നും എഴുതണ്ട. നെക്സ്റ്റ്, താഴെ നിങ്ങൾ ബി കണ്ടോ? തേനീച്ചയെ കണ്ടോ? അതിന്റെ താഴെ തേനീച്ചകൾ കണ്ടോ? ഓക്കെ, ആ തേനീച്ചയെ ഒന്ന് കൗണ്ട് ചെയ്തേ. എത്ര തേനീച്ചകൾ ഉണ്ട് അവിടെ? അൻവിത കണ്ടോ? 1 2 3 4 5 6 7. 7 ആണ് കിട്ടിയേ. ഓക്കെ, നെക്സ്റ്റ് ബോക്സിൽ ബട്ടർഫ്ലൈസ് ഉണ്ട്. എത്ര ഉണ്ട്? 1 2 3 4 5. 5 ഉള്ളൂ. അപ്പൊ അത് ഈക്വൽ ആണോ? ഈക്വൽ ആണ് മക്കളെ? ഇല്ല, കാരണം 7 ബീസ് ഉണ്ട് അവിടെ അല്ലേ? 7 തേനീച്ചകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ബോക്സിൽ 7 ബട്ടർഫ്ലൈ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രിഞ്ചൽ കണ്ടോ നിങ്ങളെ? ബ്രിഞ്ചൽ കണ്ടോ? ഓക്കെ, ഹൗ മെനി ബ്രിഞ്ചൽസ്? 3. നെക്സ്റ്റ് കോളത്തിൽ എത്ര ലേഡീസ് ഫിംഗർ ഉണ്ട്? അപ്പൊ അത് ഈക്വൽ ആണോ? ഈക്വൽ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അത് ഈക്വൽ ആണ്. അവിടെ നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? ആ ബ്ലൂ സർക്കിൾ കാണുന്നിടത്ത് ഈക്വൽ. ഈക്വലിന്റെ സിമ്പിൾ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. സിമ്പിള് എങ്ങനെ ഈക്വൽ എഴുതുന്നേ? ഈക്വൽ. ബ്രിഞ്ചലും ലേഡീസ് ഫിംഗറും ഈക്വൽ ആണ് അല്ലേ? സെയിം അളവാണുള്ളത്. ഈക്വൽ ഈക്വൽ. എങ്ങനെ ഈക്വൽ എഴുതുന്നേ നൂഹ? എങ്ങനെ ഈക്വൽ? ഓക്കെ, അവിടെ ഇട്ട് വെച്ചോ?
ഒരാള് പോലും മനസ്സിലാവാതെ അറിയാതെ പോകരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ബോക്സിൽ നോക്കിക്കേ. അവിടെ ഒരു ബേർഡിനെ കണ്ടോ നിങ്ങളെ? ഒരു ബോക്സിൽ ബേർഡ് ഉണ്ട്, ഒരു ബോക്സിൽ പെൻഗിൻ ഉണ്ട്. ഓക്കെ, അതൊന്ന് ആ ബേർഡ്സിനെ കൗണ്ട് ചെയ്തേ. 1. അൻവിത എവിടെ നോക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിനകത്ത് നല്ല ഗ്രീൻ കളറിലുള്ള ബേർഡിനെ കണ്ടോ നിങ്ങളെ? 1 2 3 4. നെക്സ്റ്റ് കോളത്തിൽ എത്ര പെൻഗിൻ ഉണ്ട്? 4. അപ്പൊ അത് ഈക്വൽ ആണോ? ഓക്കെ, ഈക്വൽ ആണെങ്കിൽ എന്തിട്ട് കൊടുക്കണം? ഈക്വലിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ചെയ്തോ? ഡിഡ് യു ഫിനിഷ്? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? ക്യാച്ച് ചെയ്തില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 71. മേക്ക് ബോത്ത് സൈഡ്സ് ഈക്വൽ ബൈ ഡ്രോയിങ് ദ ഒബ്ജക്ട്സ്. എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിന് സെയിം ആയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബോക്സിൽ വരച്ച് ചേർക്കണം. ഫസ്റ്റത്തെ അവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? 3 ആപ്പിൾസ് ഉണ്ട് അവിടെ. ഇതിന്റെ അതർ സൈഡിൽ എന്തുണ്ട്? 3 ആപ്പിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ വരച്ച ബലൂൺസ്, എത്ര ബലൂൺസ് ഉണ്ട് താഴെ? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 ബലൂൺസ് ഉണ്ട്. അത് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ അതർ സൈഡിലുള്ള ബോക്സിൽ എത്ര ബലൂൺസും കൂടെ നമ്മൾ വരക്കണം? 1 ബലൂൺസ് ഓൾറെഡി അവിടെ വരച്ചിട്ടുണ്ട്. 4 ബലൂൺസ് വരക്കണം. ഓക്കെ, വരച്ചോളൂ പെട്ടെന്ന്. നന്നായിട്ട് വരക്കണം, വൃത്തിയിൽ വരക്കണം. ആദിശ്രീ, what are they doing? ആദിശ്രീ വരക്കുന്നത് കാണുന്നില്ലല്ലോ മിസ്. ഓക്കെ ഓക്കെ, ബലൂൺസ് വരച്ചു കഴിഞ്ഞവര് അതിന്റെ താഴെയുള്ള പിക്ചറും കൂടെ വരക്കാം. എത്ര പിക്ചർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അത് ഈക്വൽ ആവണമെങ്കിൽ എത്ര ചിത്രം കൂടെ നമ്മൾ വരച്ചു ചേർക്കണം, അവിടെ ആഡ് ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കിയിട്ട് ചെയ്യാം. പാരന്റ്സ് ഡോണ്ട് റൈറ്റ്, ജസ്റ്റ് ഹെൽപ്സ് ഓൺലി. ഓക്കെ, ആരും വരച്ചു കൊടുക്കണ്ട. UKG-യിലുള്ള കുട്ടികളായി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ മിസ് ഓരോരാൾക്കും വരച്ചു തരുമൊന്നും ചെയ്യില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളെല്ലാവരും സ്മാർട്ടാണെന്ന് മിസ്സിന് അറിയാം. എന്നാലും നമ്മൾ എന്ന് ഇവരെ പിറകിൽ പോയി കഴിഞ്ഞാൽ എന്നും നമ്മളില്ലാതെ ഇവർക്ക് പറ്റില്ല. ഓക്കെ, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരൊക്കെ ഉണ്ടല്ലേ നമ്മളെ ക്ലാസ്സിൽ? ഓക്കെ, ആരാണ് ഏറ്റവും നീറ്റായിട്ട് വരയ്ക്കുന്നത് നോക്കട്ടെ മിസ്. അതിന്റെ താഴെ കപ്പും ഉണ്ട് അല്ലേ? 4 കപ്പ് ഉണ്ട്. 1 കപ്പ് അവിടെ വരച്ച് ചേർത്തിട്ടുണ്ട്. ഈക്വൽ ആവണമെങ്കിൽ എത്ര കപ്പ് കൂടെ വരക്കണം? ആ പിക്ചർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ താഴെ കളർ ചെയ്യാനുള്ള
ഒരു എക്സസൈസ് കൂടി ഉണ്ട്. റീഡ് ദ നമ്പേഴ്സ് in the circle, color the same number of the figures. Okay, Nuha, did you finish? കാണുന്നില്ല മോളെ, മോള് വരച്ചത് കാണുന്നില്ല. കുറച്ചും കൂടെ ഇവിടെ ഇങ്ങോട്ട് കുറച്ച്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അത് വരച്ച് കഴിഞ്ഞവര് അതിന് താഴെയുള്ളത് ചെയ്തോ. റീഡ് ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾ, കളർ ദ സെയിം നമ്പർ ഓഫ് ഫിഗേഴ്സ്. എന്താ പറയുന്നേ? ആ സർക്കിളിനകത്ത് കൊടുത്ത നമ്പർ കണ്ടോ നിങ്ങളെ? ഫസ്റ്റ് അവിടെ ഒരു മാംഗോന്റെ കുറച്ച് മാംഗോസിന്റെ പിക്ചർ ഉണ്ട്. അതിന് നേരെ ഫസ്റ്റ് ഉള്ള സർക്കിളിൽ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? 3 മാംഗോസിന് കളർ കൊടുക്കാം. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിനനുസരിച്ചിട്ട് കളർ ചെയ്യാം. അതിന്റെ താഴെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം 5 ബെല്ലിന് എന്ത് ചെയ്യാ? കളർ കൊടുക്കാം. അതിന്റെ താഴെ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോ 2 പിക്ചറിന് കളർ ചെയ്യാം. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമ്മൾ ക്ലാസ് കട്ടായാലും ഈ വർക്ക് തീർക്കാണ്ട് നിങ്ങൾ ഇരുന്നെടുത്ത് എണീക്കണ്ട. ഇനിയും നിങ്ങൾക്ക് മാത്സ് UKG മാത്സ് വരുന്നുണ്ടോ നോക്കട്ടെ മിസ്. ഇല്ല, ഇനി വ്യാഴാഴ്ച ഉണ്ട്, 2 പീരീഡ് അടുപ്പിച്ചുണ്ട് മാത്സ്. ഓക്കെ, ഒരാള് പോലും വർക്ക് ചെയ്യാതാവരുത്. ഇനി നമ്മൾക്ക് 10 മിനിറ്റേ ഉള്ളൂ. അതിനുള്ളിൽ എഴുതി തീരണം മക്കളെ. Did you finish? ഇല്ല ഇല്ല, ഓക്കെ, ചെയ്തോളൂ. അതിനിടയിൽ ക്ലാസ് കട്ടായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇരുന്ന് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, തിരക്കാക്കി ആര് ചെയ്യണ്ട, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പഠിക്കാൻ. ഓക്കെ, ഓരോ കാര്യവും പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഡോൺ വറി.
Zia Fatima, turn on your video. ഈ വരക്കുന്നത് മിസ് കാണുന്നില്ല. റിയാന്റെ ഹെഡ് മാത്രമേ മിസ് കാണുന്നുള്ളൂ കുറച്ച് കേട്ടോ. ഫോണൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം മോനെ. കിടന്നിട്ടാണോ എഴുതുന്നേ? ഓക്കെ. നിങ്ങൾ എഴുതുന്നത് മിസ്സിന് കാണണ്ടേ? ഡെൽവിൻ ബിജു ഓക്കെയാണ്, കാണുന്നുണ്ട്. വൈഗ ഓക്കെയാണ്. എഡൻ ഓക്കെ. ഐവിൻ, മർജാഫർ, ഇഷാനി, ഇബൽ സിൻഡോ മോനെയും കാണുന്നില്ല, ഹെഡ് മാത്രമേ കാണുന്നുള്ളൂ. അഭിനവ് ആളുണ്ടോ അവിടെ? ഓക്കെ. നിജാഷ, Fatima Jaber, did you finish? Yes or no? No. Okay. പെട്ടെന്ന് നോക്ക്, പെട്ടെന്ന് ഫാസ്റ്റിൽ ചെയ്യണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നിഡാഷ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മുഹമ്മദ് ഷാസിൽ ചെയ്തിട്ടുണ്ട്. സിയ ഫാത്തിമ കംപ്ലീറ്റ് ആണ് അല്ലേ? കംപ്ലീറ്റ്. ഓക്കെ. സിൻഡോ, സഹൽ, ഷഹൽ, എന്താ ലൈറ്റ് ആവുന്നേ? എന്തോ? കഴിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ബോറടിക്കുന്നുണ്ടോ മക്കളെ? ഉണ്ടോ? ഓക്കെ. Muhazmin. Okay, very good. Umar Jafar. Okay, Anvida Prajesh. Ivan Joseph. Umar kandu mone, miss kandu. Okay, Vaiga. Ishani. Okay. Next, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ച കാര്യത്തില്? ആദിഷ്, എന്താ അവിടെ സംസാരിക്കുന്നേ? ഞാൻ പറയും ടീച്ചർ, ഇവന് പട്ടം വരക്കാനാവാത്തോണ്ട് എന്നെ ചീത്ത അറിയില്ല. ഏയ്, എന്താ ഒരു സിമ്പിൾ ആണ്. 4 വര ഇതാ നമ്മള് എന്താ പറയാ, നോക്ക് മിസ് കാണിച്ചു തരാം എങ്ങനെയാ വരയ്ക്കുന്നതെന്ന്. ടീച്ചർ കാണിച്ചു തരും. സിമ്പിൾ അല്ലേ? നിങ്ങൾ UKG എത്തിയില്ലേ? അതാ ടീച്ചർ കാണിച്ചു തരും. നോക്കുക, ഫസ്റ്റ് എങ്ങനെ വരയ്ക്ക? നോക്ക് നോക്ക്, കണ്ടോ? ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇല്ലേ? എന്നിട്ടിതാ വരച്ചത് കുറച്ച് വളഞ്ഞു പോയി. ഇതാണോ ആദിഷിന് വരക്കാൻ പറ്റാത്തത്? വരക്കാൻ പറ്റാത്തോണ്ട് കരയുന്നു. അയ്യയ്യേ ഷൈൻ.
നിങ്ങൾ വരച്ചു കൊടുക്കേ വേണ്ട, അതാണ് മടിയായിട്ട് അറിയാനിട്ടൊന്നല്ല. അല്ല അതിശേ ടീച്ചർ വരച്ച പോലെ വരക്ക്. നോക്കിക്കോ. ഓക്കെ, ഫാത്തിമ ജാബിർ വരച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ, ഡൗൺ. ടീച്ചർ കാണിച്ചു തന്നിട്ടില്ലേ? നമ്മോ ശരിയാക്ക് അമ്മ. എന്താ ഫാത്തിമ? എന്തോ നോക്ക് ഞാൻ കാണിച്ചു. വരച്ചതിന്റെ താഴെ എന്തോ ചെയ്യണ്ടെന്നോ? വരച്ചതിന് കളറൊന്നും ചെയ്യണ്ട. കളർ ചെയ്യാൻ താഴെ ഉണ്ട് കൊടുത്തിട്ട്, അവിടെ സർക്കിളിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് 3. മാംഗോ വരച്ചതിന്റെ താഴെ മാംഗോസ് ഉള്ളടുത്ത് കണ്ടോ? 3 മാംഗോസിന് കളർ കൊടുക്കാം. താഴെ 5 ബെൽസിന് കളർ കൊടുക്കാം. അതിന് താഴെ ലാസ്റ്റ് 1 2 പിക്ചറിന് കളർ കൊടുക്കാം. ഡെൽവിൻ ബിനു ബിജു, സോറി ഡെൽവിൻ ബിജു കഴിഞ്ഞു. വെരി ഗുഡ്.